ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധമുണ്ട്. പക്ഷിപ്പനിയെ തുടർന്ന് കോഴിയിറച്ചി വിഭവങ്ങൾ നിരോധിച്ചതിനെതിരെയാണ് ഹോട്ടൽ ഉടമകളുടെ ഒരു പ്രതിഷേധം വരുന്നത്. ശീതീകരിച്ച കോഴിയിറച്ചി ഉപയോഗിക്കാൻ പോലും അനുമതി നൽകാത്തതാണ് ഹോട്ടൽ ഉടമകളെ കടുത്ത പ്രതിഷേധത്തിലേക്ക് നീങ്ങാനായി പ്രേരിപ്പിച്ചത്. രഘുനാഥ് നാരായണനാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. രഘു, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ വലിയ പ്രതിഷേധത്തിലേക്ക് പോവുകയാണല്ലോ. നിയന്ത്രണങ്ങളുണ്ട്, പക്ഷെ അത് കുറച്ച് കടുത്തുപോയി എന്നാണ് ഈ ഉടമകളൊക്കെയും പറയുന്നത്. അതെ പൂജ, കാരണം പ്രത്യേകിച്ചൊരു ടൂറിസം സീസണാണ്. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തര സഞ്ചാരികൾ ധാരാളം എത്തുന്ന സമയം കൂടിയാണ്. ആ സമയത്താണ് കുട്ടനാട്ടിൽ പക്ഷിപ്പനി സ്ഥിരീകരിക്കുകയും അതിൻ്റെ മുൻകരുതലിൻ്റെ ഭാഗമായി കോഴിയിറച്ചി ഉൽപ്പന്നങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തത്. ഞാനുള്ളത് സക്കറിയ ബസാറിലാണ്. ആലപ്പുഴയിലെ പ്രധാനപ്പെട്ട ഒരു ഫുഡ് സ്ട്രീറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന സ്ഥലമാണ്. ഇതേപോലെ ധാരാളം ഹോട്ടലുകൾ ഇവിടെയുണ്ട്. ഇതൊന്നും ഇന്ന് തുറന്ന് പ്രവർത്തിക്കുന്നില്ല. ഈ ഹോട്ടൽ ഉടമകളുടെ പ്രധാനപ്പെട്ട ഒരു ആരോപണം അല്ലെങ്കിൽ പരാതി എന്ന് പറയുന്നത് വലിയ സ്ഥാപനങ്ങൾ ഒക്കെ പ്രവർത്തിക്കുന്നത്, അതായത് ശീതീകരിച്ച മാംസമൊക്കെ വിൽക്കുന്ന വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കൊക്കെ പ്രവർത്തിക്കാൻ അനുമതി നൽകുകയും ഇതേപോലെയുള്ള സാധാരണ ഹോട്ടലുകൾ തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട പരാതി, അല്ലേ? ഞങ്ങൾക്ക് ചിക്കൻ്റെ വിഭവങ്ങളാണ് കൂടുതൽ ഇവിടെ വിറ്റഴിച്ച് പോകുന്നത്. ഈ ബീഫ് മാത്രമേ നമുക്കിപ്പോൾ അലൗഡ് ഉള്ളൂ ഇപ്പോൾ കൊടുക്കാൻ വേണ്ടി. വരുന്ന ആൾക്കാർക്ക് 98% ചിക്കൻ്റെ ഐറ്റംസും വിഭവങ്ങളും അതുപോലെ തന്നെ വിഭവങ്ങളൊക്കെയാണ് വേണ്ടത്. അപ്പോൾ അത് ചോദിച്ചു വരുന്നതൊക്കെ ഇല്ലയെന്ന് പറയുമ്പോൾ അവർ തിരിച്ചങ്ങ് പോവുകയാണ്. വേറെ എന്ത്, ഇപ്പോൾ 10-15 ജോലിക്കാരുമായിട്ട് ഞങ്ങളിങ്ങനെ ഇത്രയും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇത് ഹോട്ടലിൽ തുറന്ന് വെച്ച് ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുക. ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഞങ്ങൾ റെഡിയാക്കി തീന്മേശയിൽ കൊടുക്കുന്ന ഒരു ജനസേവനമാണ് ഞങ്ങൾ നടത്തുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന കൊണ്ടാണ് ഞങ്ങളെ കുടുംബങ്ങളും മറ്റുള്ള ഈ തൊഴിലാളികളെ കുടുംബങ്ങളും എല്ലാം കഴിഞ്ഞു പോകുന്നത്. ടൂറിസം സീസണാണ്, അപ്പോൾ ഒരു അടച്ചിടുന്നത് വലിയൊരു നഷ്ടമാണ്. ആലപ്പുഴയിൽ ടൂറിസത്തെ ശരിക്കും ബാധിച്ചിരിക്കുന്നൊരു ഘടകമാണ്. നോർത്ത് ഇന്ത്യൻസ് വന്നാൽ ചിക്കൻ അല്ലാതെ മറ്റൊരു വിഭവം അവർ കഴിക്കാറില്ല. അവർ ബീഫുണ്ടെന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോകുന്നൊരു ഇതാണ് നോർത്ത് ഇന്ത്യൻസ്. അവർക്ക് ചിക്കൻ വിഭവമാണ് അവർക്ക് ആവശ്യം. ഞങ്ങൾക്ക് ഫ്രോസൺ ചിക്കനെങ്കിലും വിൽക്കാനുള്ള അനുമതി ഭരണാധികാരികൾ തരണമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് KHRയുടെ ഇതിൽ ഞങ്ങൾ ഈ കടകളടച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല, അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് കടകൾ ഇന്ന് അടച്ച് ഹർത്താൽ ആചരിക്കുന്നത്. നാളെയാണ് ഈ തീരുമാനം പുനഃപരിശോധിക്കണോ എന്നുള്ള കാര്യത്തിൽ നാളെയാണ് ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുക. അതായത് ഈ ഹോട്ടൽ ചിക്കൻ വിൽക്കുന്ന കാര്യത്തിൽ, കോഴിയിറച്ചി വിൽക്കുന്ന കാര്യത്തിൽ അനുകൂലമായൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് ഹോട്ടൽ ഉടമകളുടെ തീരുമാനം. കാരണം അവർ പറയുന്നത് പോലെ തന്നെ ഈ ശീതീകരിച്ച മാംസമൊക്കെ വിൽക്കാൻ മറ്റു ഹോട്ടലുകൾക്കൊക്കെ അല്ലെങ്കിൽ അത്തരത്തിൽ ഈ പക്ഷിപ്പനി ഇല്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന ഇറച്ചിയൊക്കെ വിൽക്കാനുള്ള ഒരു അനുമതി നൽകണം എന്നുള്ളൊരു ആവശ്യമാണ് ഇവരുന്നയിക്കുന്നതായാലും ഒരു ദിവസം കുറെ ആവശ്യങ്ങൾ ഉടമകൾ മുന്നിലേക്ക് വെക്കുന്നുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള നിയന്ത്രണം കടുപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയപ്പോഴാണ് ഹോട്ടൽ ഉടമകൾ പ്രതിഷേധവുമായി ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത്. രഘുനാഥ് നാരായണനാണ് വിവരങ്ങൾ പറഞ്ഞത്.